പശ്ചാത്താപ വിവശമായ മനസ്സുമായി ദൈവത്തിൻ്റെ പൂർണ്ണത തേടാനുള്ളതാണ് ഈ കാലം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, നമ്മൾ ക്ഷമിക്കുന്നുണ്ട്, നമ്മൾ നന്മകൾ ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പിന്നിനി എന്താ ചെയ്യാനുള്ളത്? പിന്നെ ഈ തപസ്സുകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിശ്ചയമായും ഒരു പ്രാധാന്യം ഇതിനുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം ഭാഗികമാണ്. ഈശോ പറഞ്ഞില്ലേ, എനിക്ക് സ്വന്തമായുള്ളവരെയെല്ലാം ഞാൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. നമ്മൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അവസാനം വരെ സ്നേഹിച്ചിട്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, ദൈവത്തിൻ്റെ ആഴങ്ങളിൽ വിലയം പ്രാപിക്കുവോളം പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ ക്ഷമിച്ചിട്ടേ ഉള്ളൂ, കുരിശിൽ കിടന്ന് ക്ഷമിച്ചിട്ടില്ല. അപ്പോൾ ഈ തപസ് പൂർണ്ണത തേടുന്നതാണ്, ജീവിതത്തിൻ്റെ പൂർണ്ണത. സ്നേഹത്തെക്കുറിച്ചല്ല ബൈബിൾ പറഞ്ഞത്. ബൈബിളിൽ സ്നേഹമുണ്ട്. ആ സ്നേഹം പറയാതെ തന്നെ എല്ലാവരിലുമുണ്ട്. ബൈബിൾ പറഞ്ഞത് പൂർണ്ണമായ സ്നേഹത്തെക്കുറിച്ചാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നിന്റെ സ്നേഹം പൂർണ്ണമാണോ? ബൈബിൾ പറഞ്ഞത്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. നീ പ്രാർത്ഥിക്കുന്നുവോ എന്ന് ചോദിക്കുന്നില്ല ബൈബിൾ. നിന്റെ പ്രാർത്ഥന പൂർണ്ണമാണോ? ഒടുവിൽ കുരിശിൽ കിടന്ന് ഈശോ പറഞ്ഞില്ലേ, ഇപ്പോൾ എല്ലാം പൂർത്തിയായി. 33-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ, ഒരുപാട് പരാജയങ്ങൾക്കൊടുവിൽ മരിക്കുമ്പോൾ ഈശോ പറയുന്നു, ഇപ്പോൾ എല്ലാം പൂർത്തിയായി. സ്വന്തം ജീവിതത്തെ പൂർത്തിയാക്കിയ, സ്നേഹത്തെ പൂർത്തിയാക്കിയ, പിതാവിൻ്റെ മനസ്സിൽ വിലയം പ്രാപിച്ച് പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയ ക്രിസ്തു മരിക്കുകയാണ്. ആ ക്രിസ്തു നമ്മളോട് പറയുന്നത്, ഈ തപസ് കാലത്ത് നീ പൂർണ്ണമായൊരു ജീവിതത്തിൻ്റെ വിളിയിലേക്ക് പ്രവേശിച്ചു, പക്ഷേ ഭാഗികമായി ജീവിക്കുന്നു. ദൈവം കടലാണെങ്കിൽ നീ ആ കടലിലുമല്ല കരയിലുമല്ല. തിര വരുമ്പോൾ തീരത്തേക്ക് ഓടുന്നു, തിരയോടൊപ്പം കടലിലേക്ക് ഓടുന്നു, പിന്നെയും കടൽ തിരിച്ചെത്തുമ്പോൾ തീരത്തേക്ക് ഓടുന്നു. അങ്ങനെ കടലിനും കരയ്ക്കും മധ്യേ, കടലിൻ്റെയും കരയുടെയും അറ്റത്ത് നിൽക്കുന്നു. കര ഉപേക്ഷിച്ചിട്ടുമില്ല, കടലിൽ എത്തിയിട്ടുമില്ല. ഈ തപസ്സുകാലം ഇവിടെ നിന്ന് നമ്മൾ ധ്യാനിച്ചു തുടങ്ങണം. എൻ്റെ ജീവിതം പൂർണ്ണമാക്കാൻ. പൂർണ്ണത ദൈവം പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവം.